പ്രത്യേകിച്ച് ആ ഒരു ഘട്ടത്തിൽ നമ്മൾ എടുത്തു പറയേണ്ടത് ഷാരോൺ രാജിന്റെ സഹോദരൻ ഷിമോണിനെയാണ്. അദ്ദേഹം ഒരു ആയുർവേദ ഡോക്ടർ ആയതുകൊണ്ട് തന്നെ ഗ്രീഷ്മയ്ക്കെതിരെയുള്ള തെളിവുകൾ സംശയാസ്പദമായി തന്നെ അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. കാരണം ഇങ്ങനൊരു കഷായം കൊടുക്കുന്നു, ആ കഷായത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ചോദിക്കുമ്പോൾ ഒരു പരുങ്ങലിലാകുന്നു, അങ്ങനെ പല വിധത്തിൽ ഗ്രീഷ്മ സ്വന്തം കുഴി തോണ്ടിയെന്ന് വേണം പറയാൻ. ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദൃക്സാക്ഷികൾ ആരും തന്നെ ഈ കേസിൽ ഉണ്ടായിരുന്നില്ല. സാഹചര്യ തെളിവുകൾ കൃത്യമായി കോർത്തിണക്കി, അത് വലിയ പോലീസിന്റെ കൂടി ഒരു അത്രയും സാമർഥ്യത്തോടു കൂടി കേസ് അന്വേഷിച്ചാൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ കേസ് കോടതിയിൽ വരുമ്പോൾ തെളിവുകളുടെ അഭാവത്തിൽ, പല ഘട്ടം വരുമ്പോഴും തെളിവുകളുടെ അഭാവത്തിൽ ഒരുപക്ഷെ കേസ് തള്ളിപ്പോയേക്കാം. ഗ്രീഷ്മയെ അങ്ങനെ പ്രായത്തിന്റെ ആനുകൂല്യം കൂടി, പ്രായത്തിന്റെ ആനുകൂല്യം യാതൊരു കാരണവശാലും കോടതി കൊടുത്തില്ല. കോടതി ഈ ഗ്രീഷ്മ അങ്ങനെയൊക്കെയാണ് വിചാരിച്ചിരുന്നത്. കോടതിയുടെ കൃത്യമായ ഒരു നിരീക്ഷണമുണ്ട്. അതായത് തനിക്കെതിരായ തെളിവുകൾ ഗ്രീഷ്മ ചുമന്നുകൊണ്ട് നടന്നു. അതായത് ഗ്രീഷ്മ തന്നെ സ്വന്തം കുഴി തോണ്ടി. അഭിഷേകിന് ഓർമ്മയുണ്ടോ, ഈ വാർത്ത കേൾക്കുന്ന സമയത്ത് ആദ്യം ഒരു ആയുർവേദ ഡോക്ടറുടെ പേര് പറഞ്ഞിരുന്നു ഗ്രീഷ്മ. ഏതോ ഒരു ആയുർവേദ ഡോക്ടറാണ് ഈ കഷായം കൊടുത്തത് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ മാധ്യമങ്ങൾ ഈ ആയുർവേദ ഡോക്ടർക്ക് പിന്നാലെ പോയി. അപ്പോൾ അങ്ങനെ ഒരു ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹം അങ്ങനെ മരുന്ന് കൊടുത്തിട്ടേ ഇല്ല.